ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഖദീജ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള നവോത്ഥാനത്തിലെ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ്. കേരള റിനൈസൻസ്. വൈകുണ്ഠ സ്വാമികൾ ജനനം 1809 മാർച്ച് 12. ജന്മസ്ഥലം സ്വാമിത്തോപ്പ്, കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ, നാഗർകോവിൽ. പിതാവ് പൊന്നുനാടാർ, മാതാവ് വെയിലാൾ അമ്മ, പത്നി തിരുമാലമ്മാൾ. ബാല്യകാലനാമം മുടിച്ചൂടും പെരുമാൾ മുത്തുക്കുട്ടി. മരണം 1851 ജൂൺ 3. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി തിരുക്കുറൽ. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ പൂവന്തർ തോപ്പിൽ വെച്ച് തൻ്റെ യുഗ തപസ് ആരംഭിച്ച വർഷം 1833. ഇതിനുശേഷമാണ് വൈകുണ്ഠസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ട് തുടങ്ങിയത്. വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ 1833. പരിഷ്കാരങ്ങൾ: ദക്ഷിണ കേരളത്തിലെ ചാന്നാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകനാണ്. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകനാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ്. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ്. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്ക്കനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനാണ്. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കി. സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ സ്വാമിക്കിണർ നിർമ്മിച്ചു. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവാണ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ശിവനാരായണർ, നാരായണ പണ്ടാരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു. ചാന്നാർ ലഹള. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ ലഹള 1889. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 ജൂലൈ 26. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. സമത്വ സമാജം. സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. സ്ഥാപിതമായ വർഷം 1836. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം.
കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നതും സമത്വ സമാജമാണ്. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രം, കന്യാകുമാരി ജില്ലയിൽ, തമിഴ്നാട്ടിൽ. താങ്ക് യു.